ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേലം രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം നടത്തി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ.കെ. ശിവൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേലം രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം നടത്തി. സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ.കെ. ശിവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കൃഷിക്കാർക്കും കർഷക തൊഴിലാളിക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സായിപ്പിന്റെ കയ്യിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണം ഇന്ത്യൻ ജനത നേടിയെങ്കിലും ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ കർഷകരോടുള്ള, കൃഷിക്കാരോടുള്ള, പാവപ്പെട്ടവരോടുള്ള ഭരണവർഗത്തിന്റെ ഭരണകൂടത്തിന്റെ ഭീകരത അസഹനീയമായി വന്നപ്പോഴാണ് സേലം ജയിലിൽ കൃഷിക്കാർക്കെതിരായ വന്ന അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ നമ്മളെ അന്ന് മരണപ്പെട്ട 22 സഖാക്കളടക്കം നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കൃഷിക്കാരൻ്റെ താല്പര്യം, അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയ സമരത്തിൻ്റെ ഫലമായി അവരെ സേലം ജയിലിലടച്ചു. സേലം ജയിലിലടക്കുന്ന ആ സമയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗമല്ല, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന മലബാർ എന്ന് പറയുന്ന പ്രദേശം അടങ്ങുന്ന ആ സേലം ജയിലിലാണ് ഈ 22 സഖാക്കളെ അന്ന് ജയിലിൽ പോകുന്നത്. ജയിലിനകത്ത് പോലും നീതി നിഷേധിച്ച ഭരണകൂടത്തിൻ്റെ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഈ 22 സഖാക്കളും ശക്തമായി ഈ 22 പേരും ഒരു നിവേദനം തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ മനുഷ്യാവകാശ ലംഘനം ജയിലിനകത്ത് നടക്കുന്നു എന്ന ആ അഭിപ്രായം അത് ജയിൽ സൂപ്രണ്ടിനെയും ജയിൽ വാർഡനെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടി നിവേദനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് 10-ാം തീയതിയാണ് 1950 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ഇതുപോലെ നിവേദനം കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഫെബ്രുവരി മാസം 11-ാം തീയതി പട്ടാളവും നൂറുകണക്കിന് പട്ടാളക്കാരടക്കം ജയിലിൽ വന്ന് നിഷ്ഠൂരമായ വെടിവയ്പ്പാണ് ആ സേലം ജയിലിൽ നടന്നതിന് ചരിത്രമതാണ്. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് എ.പി. ഷാജി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ്, CPI മണ്ഡലം സെക്രട്ടറിമാരായ ജോളി പൊട്ടയ്ക്കൽ, MP ജോസഫ്, കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ഹാരിസ്, PV പ്രകാശൻ, MT സുനിൽകുമാർ, കിസാൻ സഭ ഭാരവാഹികളായ പോൾ പൂമറ്റം, MS അലിയാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.